നമുക്കിന്ന് മർച്ചന്റ് നേവിയിലെ റാങ്കുകളെ കുറിച്ച് സംസാരിക്കാം. പ്രധാനമായും രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റും ഡെക്ക് ഡിപ്പാർട്ട്മെന്റും. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയർ ഓഫീസേഴ്സും എഞ്ചിൻ ക്രൂവുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിൽ നാവിഗേഷണൽ ഓഫീസേഴ്സും ഡെക്ക് ക്രൂവും ഉൾപ്പെടുന്നു. അപ്പോൾ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ റാങ്കുകളാണുള്ളതെന്ന് നോക്കാം. ആദ്യമായി എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ചീഫ് എഞ്ചിനീയർ, അതിനു താഴെ സെക്കൻഡ് എഞ്ചിനീയറും ഇടിഒയും വരുന്നു. ഇടിഒയുടെ താഴെയായി ട്രെയിനി ഇടിഒയും ഉൾപ്പെടുന്നു. അതുപോലെ സെക്കൻഡ് എഞ്ചിനീയറിന്റെ താഴെയായി തേർഡ് എഞ്ചിനീയർ, ഫോർത്ത് എഞ്ചിനീയർ, പിന്നെ എഞ്ചിൻ കേഡറ്റ്. ഇനി എഞ്ചിൻ ക്രൂവിൽ ഫിറ്റർ, മോട്ടർമാൻ, വൈപ്പർ. ഇത്രയുമാണ് കേട്ടോ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പോൾ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി ക്യാപ്റ്റൻ, തൊട്ടു താഴെ ചീഫ് ഓഫീസർ, പിന്നെ സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, ഡെക്ക് കേഡറ്റ്, അങ്ങനെ പോകുന്നു. ഡെക്ക് ക്രൂവിലാണെങ്കിൽ ബോസൻ, ഫിറ്റർ, ഏബിൾ സീമാൻ, ഓർഡിനറി സീമാൻ എന്നിവരും കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് കുക്കും ജനറൽ സ്റ്റ്യൂവാർഡും ഉൾപ്പെടുന്നു. ഇത്തരത്തിലാണ് സാധാരണയായി മർച്ചന്റ് നേവിയിലെ ഒരു കാർഗോ ഷിപ്പിൽ റാങ്കുകൾ വരുന്നത്. എന്നാലും ഇതിലൊക്കെ ടൈപ്സ് ഓഫ് ഷിപ്പ് ആൻഡ് റിക്വയർമെന്റ് അനുസരിച്ച് മാറ്റം വരാം.